ഇഫ്താറിന് എളുപ്പത്തിൽ ചെയ്യാൻ സാധിക്കുന്ന ഒരു ചിക്കൻ റോളിൻ്റെ റെസിപ്പിയാണ് ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത്. ഡിയർ കിച്ചണിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇതൊരു 250 ഗ്രാം ബോൺലെസ് ചിക്കനാണ്. ഞാനത് ഈ രീതിയിൽ വളരെ ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തെടുത്തതാണ്. ഇതുപോലുള്ള വളരെ ചെറിയ കഷ്ണങ്ങളാക്കി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് വലിയ പീസസാക്കി ഫ്രൈ ചെയ്തതിന് ശേഷം മിക്സിയിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്താലും മതി. ഞാൻ ഈ രീതിയിലാണ് ചെയ്യുന്നത്. അതിലേക്ക് 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണിത്, അത് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല, പിന്നെ 1 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂണിലും അല്പം താഴെ മഞ്ഞൾപ്പൊടി മതി. അതുപോലെ ഒരു 1/2 ടീസ്പൂൺ ചിക്കൻ മസാലയാണിത്. ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം. കുറച്ച് നാരങ്ങ നീര് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു ചെറിയ നാരങ്ങയുടെ പകുതിയാണ്, അതുകൂടി ചേർത്ത് നന്നായി നമുക്ക് മിക്സ് ചെയ്ത് ഒരു 20 മിനിറ്റ് മാറ്റി വയ്ക്കാം. ഇതിപ്പോൾ നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് അടച്ച് ഒരു 20 മിനിറ്റ് മാറ്റി വയ്ക്കാം. ഇതിപ്പോൾ ഒരു 20 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ചട്ടി ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതൊരു ഷാലോ ഫ്രൈ മാതിരിയാണ് ചെയ്യുന്നത്, അതുകൊണ്ട് അധികം എണ്ണ ആവശ്യമില്ല. ഇപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ഇനി ഫ്ലെയിം താത്തി വെച്ചതിന് ശേഷം നമുക്ക് ഇതൊന്ന് കുക്കായി വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാനായിട്ട് മറക്കണ്ട. ഈ രീതിയിൽ നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാം. നമ്മുടെ ചിക്കൻ ഇപ്പോൾ കുക്കായിട്ടുണ്ട്. ഒത്തിരി ഫ്രൈ ആയി ഹാർഡായി പോകരുത്. ഈ രീതിയിൽ കുക്കായി കഴിയുമ്പോൾ നമുക്ക് ഇത് ഫ്ലെയിം ഓഫ് ചെയ്ത് ചിക്കൻ ഇതിൽ നിന്നും മാറ്റിയെടുക്കാം. ഞാനിപ്പോൾ എല്ലാം എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി സെയിം പാനിലേക്ക് തന്നെ ഞാൻ സവാള ഇട്ട് കൊടുക്കുകയാണ്. ഇത് ഒരു 2 ചെറിയ സവാളയാണ്. ഇതിനി നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. സവാളയുടെ കൂടെ 2 ചെറിയ പച്ചമുളകാണ്, അതുകൂടി ചേർത്ത് നമുക്ക് നന്നായി വഴറ്റിയെടുക്കാം. എണ്ണ ആവശ്യമുണ്ടെങ്കിൽ കുറച്ചുകൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ സവാള ചെറുതായി വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഞാനൊരു 1/2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഈ ജിഞ്ചർ ഗാർലിക് പേസ്റ്റിൻ്റെ പച്ചമണം മാറുന്നത് വരെ നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. നമ്മുടെ സവാളയെല്ലാം വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ ഗരം മസാല, 1/4 ടീസ്പൂൺ ചിക്കൻ മസാല, പിന്നെ 1 നുള്ള് മഞ്ഞൾപ്പൊടി, 2 നുള്ള് പെരിഞ്ജീരകത്തിൻ്റെ പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി. ചിക്കൻ നമ്മൾ ഫ്രൈ ചെയ്തപ്പോൾ ഉപ്പ് ചേർത്തിരുന്നു, അതുകൊണ്ട് മസാലയ്ക്ക് ആവശ്യമായ ഉപ്പ് മാത്രം ചേർത്ത് കൊടുക്കുക. ഇനി നന്നായിട്ടൊന്ന് പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കുക. പൊടികളുടെ പച്ചമണം എല്ലാം മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അല്പം മല്ലിയില ചേർത്ത് കൊടുക്കാം. മല്ലിയില നിർബന്ധമില്ല, ഒരു അല്പം മല്ലിയില മാത്രം മതി. ഇനി ഇതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം.
2 മിനിറ്റ് ഒന്ന് വഴറ്റി മസാലയുമായി നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഈ മസാല തണുക്കുന്നതിനായിട്ട് മാറ്റി വയ്ക്കാം. മസാലയെല്ലാം നന്നായി മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വയ്ക്കാം. ഞാനിവിടെ 6 സ്ലൈസ് ബ്രെഡാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ചിക്കൻ റോൾ റെഡിയാക്കാം. ബ്രെഡിൻ്റെ സൈഡ് ഞാൻ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി ഇത് വെള്ളത്തിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് മുക്കിയെടുക്കാം. അതിനുശേഷം ആ വെള്ളം നമുക്ക് നന്നായി പിഴിഞ്ഞ് കളയാം. ഇപ്പോൾ വെള്ളമെല്ലാം പിഴിഞ്ഞ് കളഞ്ഞിട്ടുണ്ട്. ഇത് നമുക്കൊരു പ്ലേറ്റിലേക്ക് വെച്ച് കൊടുക്കാം. ഇത് നമ്മൾ ആദ്യം മാറ്റി വെച്ചിരുന്ന ചിക്കൻ്റെ മസാലയാണ്, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് എത്രയാണോ ആവശ്യം അതിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് റോൾ ചെയ്തെടുക്കാം. ഈ 2 സൈഡും നമുക്കൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഇന്ന് നന്നായി ഒന്ന് റോൾ ചെയ്തെടുക്കാം. ഇനി ഇത് മുട്ടയിൽ നമുക്കൊന്ന് മുക്കിയെടുക്കാം. മുട്ടയിലൊന്ന് റോൾ ചെയ്തിടാം. ഇത് പൊട്ടിപ്പോവാതെ നമുക്ക് കോരി മാറ്റാം. ബ്രെഡ് ക്രംസിലിട്ട് നന്നായി റോൾ ചെയ്തെടുക്കാം. റോൾ റെഡിയാക്കിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഈ രീതിയിൽ എല്ലാം റോൾ ചെയ്തെടുക്കാം. ഞാനിവിടെ എല്ലാം റോളാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. എണ്ണ ചൂടായൊന്ന് നോക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഫ്രൈ ചെയ്യാനുള്ളത് ഇട്ട് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കാൻ. ഒരു വശമായി കഴിയുമ്പോൾ തിരിച്ചിട്ട് നമുക്ക് എല്ലാ സൈഡും നന്നായി മുരിയിച്ചെടുക്കാം. ഇപ്പോൾ എല്ലാ വശവും നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് എടുത്തു മാറ്റാം. ഈ രീതിയിൽ തന്നെ എല്ലാം വറുത്ത് മാറ്റാം. ഇപ്പോൾ എല്ലാം ഫ്രൈ ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കോരി മാറ്റാം.